നമ്മളിങ്ങനെ മേലേക്ക് ഇങ്ങോട്ട് കയറി വന്നു നമുക്ക് നടക്കാൻ റെയിലും ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഇതിൽ 2 സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് 5 കിലോവാട്ട് സിസ്റ്റം ആട്ടോ, ഓൺഗ്രിഡ് സിസ്റ്റം. ഇതിൽ 455 വാട്ടിൻ്റെ മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട് പാനൽ 11 പാനലാണ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5000 വാട്ടായി. അതിൽ നമ്മൾ ഒരു 2 സ്ട്രിങ്ങിൽ നമ്മളൊരു 6 എണ്ണം, മറ്റു സ്ട്രിങ്ങിൽ നമ്മളൊരു 5 എണ്ണം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒന്നിങ്ങോട്ട് വന്ന് നോക്കൂ. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു മാസങ്ങളാവുന്നുള്ളൂ. റോഡ് സൈഡാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കി നോക്കൂ, പൊടികൾ നോക്കി നോക്കൂ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്കെന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കുറയും കേട്ടോ. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല കാറ്റെടുക്കുന്ന സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ നനഞ്ഞ മോപ്പ് കൊണ്ട് ജസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യണം. ഞാനിപ്പോൾ മോപ്പ് എടുക്കാനിപ്പോൾ അവിടെ താഴെയാണ്, എനിക്ക് പ്രയാസമാണ്. ഓക്കെ, ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഏകദേശം ഇവർക്ക് ഒരു 8:30 മുതൽ ഒരു 4 മണി വരെ കിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഇവിടെ നൽകുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നമ്മളെ അങ്ങാടിപ്പുറം പരിധിയിൽ മണ്ണുംകുളം എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മുടെ യൂനുസ്, നമ്മളൊരു ഫ്രണ്ടും കൂടെയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ചെറുപ്പത്തിൽ നമ്മളൊപ്പം പഠിച്ചതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അവൻ്റെ വീട്ടിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ അവൻ്റെ 2 നിലൻ്റെ മുകളിൽ ഒന്ന് താഴേക്കൊന്ന് കാണിച്ചു കൊടുക്കൂ. ഓടിട്ട ഭാഗത്തൊക്കെയാണ് നോക്കി നോക്കൂ. ഇതിന് താഴെ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കൂ ജാനിഷ്. നമ്മളെ ക്യാമറമാൻ മാറിയിട്ടുണ്ട് കേട്ടോ, ജാനിഷാണ്. ഓക്കെ, നോക്കി നോക്കൂ. അത് നമ്മൾ ആ തനതായിട്ടുള്ള രീതിയിൽ അവിടെ കോൺക്രീറ്റ് ചെയ്ത് 2:2 1 പൈപ്പൊക്കെ വെച്ച് GP പൈപ്പ്, അപ്പോളോയുടെ ISIയുടെ പൈപ്പുകളൊക്കെ വെച്ച് തനതായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൊണ്ട് കാണിക്കും. ഇനി ഇത് നമുക്ക് നോ ടെൻഷൻ, ഒരു പ്രോബ്ലം ഇല്ല. ഇത് ഇവിടുന്ന് പാറും, ഇത് ഇവിടുന്ന് ചാടും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കേട്ടോ. പിന്നെ നമ്മളെന്താ വെച്ചാൽ ഈ സോളാർ ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാം. നമുക്ക് പല കൊട്ടേഷനുകൾ വരുന്നുണ്ട്. പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ട്. ഒരുപാട് ആളുകൾ പ്രൈസുകൾ ചോദിക്കും. അത് ഒരുപാട് ആളുകൾ പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പ്രൈസിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ പേഴ്സണലായിട്ട് വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിൽ ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്യുമ്പോൾ നമുക്കൊരു അതിപ്പോൾ 1 ലക്ഷം ആണെങ്കിൽ അവിടെ 10,000 20,000 രൂപക്ക് വരെ നമുക്ക് കുറച്ചിട്ട് പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സ്ട്രക്ചർ മുതൽ പാനൽ മുതൽ അതിൻ്റെ എർത്തിങ് മുതൽ നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഇത് നമുക്ക് ഒരു കുട്ടികൾക്ക് പോലും സിമ്പിളായിട്ട് ആ കോണിമ കയറിയിട്ട് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. ഇതിന് നമ്മൾ പുറമെന്ന് അങ്ങാടിയിൽ നിന്ന് ആളെ കൊണ്ടുവരൊന്നും വേണ്ടിട്ടോ, അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. കാരണം 2 സൈഡും പാനലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ഇതെന്താ വെച്ചാൽ നമുക്ക് ലോ ലൈറ്റിലും ആംബിയർ നമുക്ക് കിട്ടും കേട്ടോ. അതാണ് നമ്മളെ മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട് 4 കട്ടിൻ്റെ പോലത്തെ ടെക്നോളജിയുടെ പ്രത്യേകത. നമുക്ക് പോളി ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് തെളിഞ്ഞ വെയിലിൽ നമുക്ക് കിട്ടില്ല. മഴ ഇങ്ങനെ പെയ്യണമെന്ന് കരുതിക്കോളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ലോ ലൈറ്റിൽ നമുക്ക് ആംബിയർ കിട്ടണമെങ്കിൽ മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട് അല്ലെങ്കിൽ 4 കട്ട് പോലത്തെ പാനലുകൾ വേണം. പോളി ക്രിസ്റ്റൽ എന്ന് പറഞ്ഞത് വെച്ചാൽ നല്ല വെയിലുണ്ടെങ്കിൽ ഓക്കെ, നല്ല പ്രൊഡക്ഷൻ കിട്ടും. പക്ഷേ മഴക്കാലങ്ങളിലും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അത്യാവശ്യം പ്രൊഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ നമുക്ക് പോവാം. അതിപ്പോൾ എന്താ വെച്ചാൽ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. പ്രൈസിൻ്റെ കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് കുറേ നമ്മളെ ഓരോ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കാണിക്കുന്നതാണ് ക്ലിക്ക് 1.39 1.69 എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം എന്താ വെച്ചാൽ ഇങ്ങനത്തെ പാനുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ എന്താ വെച്ചാൽ നമുക്കിത് 1 2 3 കൊല്ലത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, ഒരുപാട് വർഷം നമുക്കിത് നിലനിൽക്കണം. നമുക്കതിൻ്റെ പവർ കിട്ടണം, അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ. ഓക്കെ, ഒന്നിങ്ങോട്ട് കാണിച്ചു കൊടുക്കൂ ജാൻഷ്, ഒന്ന് വന്ന് നോക്കൂ. എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് ആർക്കും ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഹൈറ്റ് ഭാഗത്താട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മളെ ഈ ഭാഗമാണ്. അതിൽ ചെറിയൊരു ഷാഡോ ഭാഗങ്ങളൊക്കെ ഈ 2 വരുന്നുണ്ട്. എങ്കിലും നമുക്ക് ഈ മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട് പാനലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ നമുക്ക് ആംബിയർ കിട്ടുന്നുണ്ട്, നമുക്ക് യൂണിറ്റ് സേവ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, നമുക്ക് കൊട്ടേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 2 എർത്തിങ്ങിലും നമുക്ക് 3 എർത്തിങ്ങിലും ഒക്കെ ചെയ്യാം. അതൊക്കെ 2 എർത്തിങ് തന്നെ നമുക്ക് KCB അപ്രൂവ് ആണ്. നമുക്കിതാ മൾട്ടി ലൈനിയം അറസ്റ്റർ അതിൽ തന്നെ ജാൻഷയിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ അലൂമിനിയം എർത്തുകളൊക്കെ വെച്ചിട്ട് 2 എർത്തുകളൊക്കെ വെച്ച് ചെയ്യാം. നമുക്ക് 4 എർത്തും നമ്മൾ കോപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രൈസിലൊക്കെ മാറ്റം ഉണ്ടാവും. അതുപോലെ സ്ട്രക്ചർ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
16 കേജും 18 കേജും അതിൻ്റെ മേലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കും 18 കേജ് സ്ട്രോങ് അല്ല, 16 കേജാണ് കനം കൂടുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രൈസിൽ നമുക്ക് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന വിക്രമിൻ്റെ ആണ്. വിക്രം, വാരി, റിനിസോള, അദാനി, ടാറ്റ, അതുപോലെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് നമ്മളോട്. അതുപോലെ നമ്മൾ ഇമ്പോർട്ട് പാനൽ ജിങ്കോ, കനേഡിയൻ, ട്രീന, ജയസോളർ, SFV, ലോങ്കി, സൺപവർ ഒക്കെ നല്ല പാനലുകളാണ് കേട്ടോ. പിന്നെ മറ്റൊരുപാട് പാനലുകൾ വരുന്നുണ്ട്. പക്ഷേ നമുക്കൊന്നും പെട്ടെന്നൊരു പേരിൽ വരുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്ര തന്നെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ ഓരോ ഭാഗം നമ്മൾ ക്ലിപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മിഡിൽ ക്ലാമ്പൊക്കെ നമുക്ക് അലൂമിനിയത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് പൊതുവേ ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു നല്ല രീതിയിൽ അത് അനങ്ങില്ല, എങ്ങോട്ടും പോവില്ല. ഒരുപാട് ആളുകളുടെ സംശയം പാനൽ പറന്നു പോവോ ഇതായിപ്പോൾ, കാരണം അത്രയും പ്രൈസ് മുടക്കി വെക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ ഇത്തരത്തിലൊക്കെ തനതായിട്ടുള്ള രീതിയിൽ ഒന്നും വരില്ല. ഈ ഇതുമ്പോൾ പിടിച്ചിട്ടൊന്നും തൂങ്ങിയാലും അങ്ങനെ വിഷയങ്ങളൊന്നും വരും. തൂങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ട് ഒന്നും തൂങ്ങൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഓൺഗ്രിഡ് സിസ്റ്റത്തിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്, നമുക്ക് 3 കിലോവാട്ട് ചെയ്യാം, 5 കിലോവാട്ട് ചെയ്യാം, 10 കിലോവാട്ട് ചെയ്യാം, 8, 7 വരുന്നുണ്ട്. കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. 3 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ ഒരു 3500, 4500 ബില്ലിന് മാനേജ് ചെയ്യുന്ന സിസ്റ്റം. 5 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 9000, 11500 രൂപനെ മാനേജ് ചെയ്യുന്ന സിസ്റ്റം. അതിന് നമുക്ക് സിംഗിൾ ഫേസ്, 5ൻ്റെ മേലേക്ക് നമുക്ക് 3 ഫേസ് ലൈന് വേണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താഴെ ഭാഗമാണ്, ഏറ്റവും മേൽക്കൂര ഭാഗത്താണ്. നമ്മൾ 9 കാല് വെച്ചിട്ടാണ് കേട്ടോ അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല കേട്ടോ, ഒന്നും അനങ്ങില്ല. അതിൽ നമ്മുടെ DC കേബിള്, ലൈനിങ് അറസ്റ്റർ ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പൈപ്പ് പോകുന്നത് കേട്ടോ. വാട്ടർ പൈപ്പിലൂടെയാണ് താഴേക്ക് പോകുന്നത്. അതായത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടല്ലോ, മനസ്സിലായി. ഇതിപ്പോൾ നമുക്ക് ഫ്ലാറ്റ് റൂഫിലും ചെരിവ് കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെറിയൊരു എക്സ്പെൻസിൽ മാറ്റം ഉണ്ടാവും. അത് ഇത്ര കുറക്കണം, ഇങ്ങനെ കുറക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ഒരു സംതൃപ്തിയോടുകൂടെ നമുക്കത് വർക്ക് ചെയ്യാൻ പ്രയാസമാവും. ഓക്കെ, ഞാൻ താഴെ ഭാഗം കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇവരെ സിറ്റ് ഔട്ടിൻ്റെ നേരെ ഇടതുവശത്ത് ഒന്നിങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഇവിടെ അവർ നെറ്റ് മീറ്റർ ഇതായിരിക്കുന്നു, അത് മാറ്റിയതാണ്, സെക്യൂറിൻ്റെയാണ്. അതുപോലെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ അടുത്ത് നമ്മൾ എനർജി മീറ്ററും 2 MCBയും അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. തൊട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടാണ് നമുക്ക് AC DB അതുപോലെ DC DB കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ മെഷീനുകൾ സോഫാർ ഇവൊക്കെ നല്ലതാണ്. ഇനി അതുപോലെ ഒരുപാടുണ്ട് കേട്ടോ, അത് നല്ല തന്നെയാണ്. നമുക്ക് 8-10 വർഷം, ഇത് 10 വർഷം ഗ്യാരണ്ടി വരുന്നുണ്ട്. സോഫാർ ഏതെടുത്താലും കുഴപ്പമില്ല. ഓക്കെ, നല്ല ഗ്യാരണ്ടിയുള്ള മെഷീനുകൾ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നല്ല കട്ടട്ടൊക്കെ വീടുകൾ ഉണ്ടാവില്ലേ, അത്തരത്തിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഈ ഭാഗത്തേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതാ ഒരു എർത്തിങ് ഇത് അവിടെ വരുന്നുണ്ട്. അത് നമ്മളെ നോക്കി നോക്കും, എർത്ത് കോമ്പൗണ്ടും ഒക്കെ അതിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് എർത്ത് ചേമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് ഇതിലൂടെ നമുക്കൊരു 10 ടണ്ണിൻ്റെ വണ്ടി നമ്മളൊരു കട്ടൊക്കെ വെക്കുമല്ലോ. കട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ ലെവലിൽ ചെയ്യാട്ടോ. ഇവിടെ ഇപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടില്ല. ഒന്നിങ്ങോട്ട് കാണിച്ചു കൊടുക്കും. 1, 2 അത് നോക്കും, 3, 4 എർത്ത്. ഇത് ഓഗ്രൗണ്ടൊക്കെ നമ്മൾ ചെയ്താട്ടോ, ഒരുപാട് താഴ്ത്തിയിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് നല്ല എർത്തിങ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും. കോപ്പറായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിച്ചാൽ ഇപ്പോൾ നമ്മൾ വർദ്ധിച്ചു വരുന്ന ബില്ലിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാം, നോ ടെൻഷൻ. ഇനി ബില്ല് നമുക്ക് എക്സ്പോർട്ടിങ് കൂടുതലാണെങ്കിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉപയോഗം കൂട്ടിയിട്ട് ഗ്യാസിൻ്റെ ഉപയോഗം കുറക്കാം. ഇപ്പോൾ 2 മാസത്തിൽ ഗ്യാസ് കഴിയുന്നതൊക്കെ നമുക്കൊരു 8-10 മാസത്തിനുള്ളിൽ കഴിക്കുന്ന രീതിയിലാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, ഏതായാലും ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഒരുപാട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾ ഓൺഗ്രിഡിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ രാത്രിയാവും, പിന്നെ വീഡിയോ ചെയ്യാൻ കഴിയലില്ല. ഏതായാലും ഞാനിത് പിന്നെ ഒരു ദിവസത്തേക്ക് എടുത്തിട്ട് നമ്മൾ അടുത്തായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയാണ്. ഏതായാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഏതായാലും ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഏതായാലും അടുത്ത നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.